റെഡിയാണോ? ഓക്കെ. അപ്പോൾ നിങ്ങൾ എന്റർടൈൻമെന്റ് ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ വൈകി പോയി. സാധാരണ ഞാൻ ചിലപ്പോൾ രാവിലെ തന്നെ വരാറുണ്ട്. എന്നിട്ടൊപ്പം ഡാൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങളുടെ കൂടെ കൂടി ഡാൻസ് ഒക്കെ കളിക്കാനുള്ള അവസരം നഷ്ടപ്പെട്ടു. ഇതിനിടയ്ക്ക് ഇന്ന് എത്താൻ പറ്റിയില്ല, തിരക്കായിരുന്നു. പറയാനുള്ളത് നമുക്ക് എങ്ങനെ നിങ്ങൾക്ക് മാസം 1-2 ലക്ഷം സമ്പാദിക്കാം എന്നതിനെ കുറിച്ച്. 1-2 ലക്ഷം അല്ലാണ്ട് ലക്ഷങ്ങളും കോടികളും സമ്പാദിക്കാം. അത് നിങ്ങൾ ഓരോരുത്തരുടെയും താല്പര്യം പോലെ ഇരിക്കും, നിങ്ങളുടെ ആത്മവിശ്വാസം പോലെ ഇരിക്കും, നിങ്ങൾ എത്ര പേർ എന്നെ ശ്രദ്ധിക്കുന്നു എന്നനുസരിച്ചിരിക്കും. ശ്രദ്ധിക്കോ? ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് നല്ലത്. കാരണം പൈസ ഉണ്ടാക്കുക എന്നുള്ളത് ക്രൈറ്റീരിയ. പൈസ ഉണ്ടാക്കാനുള്ള ക്വാളിറ്റി എന്താണ്? ഒരാള് പൈസക്കാരനാകും, ലക്ഷപ്രഭുവാകും, കോടീശ്വരനാകും. അങ്ങനെ ആവാൻ എന്താണ് ക്വാളിറ്റി വേണ്ടത്? പറയാമോ? ഞാൻ സംസാരിക്കുമ്പോൾ എന്നോട് സംസാരിക്കുന്നില്ല, പ്രതികരണ ശേഷി ഉണ്ടാവുന്നതാണ്. ധൈര്യമായിട്ട് ശരിയോ വിളിച്ചു പറയാം. ആത്മാർത്ഥത വേണം. ഒരാൾ കൈ പൊന്തിച്ചിട്ട് ഏറ്റെന്ന് പറഞ്ഞു അറിവ് വേണം. ഹാർഡ് വർക്കിംഗ് വേണോ? ഈ ബംഗാളികൾക്ക് ഇപ്പോൾ 500 രൂപ കൂലി കിട്ടുന്നത്. എന്തോരം ഹാർഡ് വർക്ക്. ബുദ്ധിയുള്ളവരിക്കണേ. ഓക്കെ. പിന്നെ ആത്മവിശ്വാസം. പിന്നെ റിസ്ക് എടുക്കണം. റിസ്ക് എടുക്കേണ്ട ആവശ്യമുണ്ടോ? അങ്ങനെ വലിയ റിസ്ക് എടുത്തിട്ടിപ്പോ കുറെ പേര് കള്ളക്കടത്തും കഞ്ചാവ് കച്ചവടം നടത്തിയിട്ട് അകത്ത് എടുക്കുന്നുണ്ട്. ഞാൻ ജയിലിൽ പോയപ്പോൾ അധികം പേരും ഡ്രഗ്സ് അടിച്ചിട്ട് കിടക്കുന്നവരാ. ഞാൻ വെറുതെ ഒന്ന് പോയി വന്നതാണ്, അറിയാലോ. വേറെ വലിയ തെറ്റൊന്നും ചെയ്തിട്ടല്ല, തമാശ പറഞ്ഞതിനുള്ളതാണ്. അപ്പൊ നമ്മള് ഒളിച്ചോടാൻ നിന്നില്ല. ഇവിടെ തന്നെ ഉണ്ടായിരുന്നു എസ്റ്റേറ്റില്. അപ്പോൾ എനിക്ക് വിവരം കിട്ടി തലേ ദിവസം എങ്ങനെ ഉണ്ടെന്ന്. അപ്പോൾ വക്കീല് പറഞ്ഞു നമുക്ക് മുൻകൂർ ജാമ്യം എടുക്കാം ഒരുപാട്. ഞാൻ പറഞ്ഞു ബോച്ചെ ഒളിവിൽ പോയില്ല, ബോച്ചെ മുൻകൂർ ജാമ്യം വേണ്ട, നേരെ അങ്ങോട്ട് പോണ വഴിക്കാണ് പോലീസ് ഇങ്ങോട്ട് വരുന്നത് നമ്മുടെ സ്റ്റേറ്റിലേക്ക്. അപ്പോൾ പോവാം എന്നാ പോവാന്ന്. അത് കുറ്റബോധം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ധൈര്യമായിട്ട് പോന്നു. തെറ്റ് ചെയ്യാത്തതുകൊണ്ട് നമ്മൾ ആരെയും പറ്റിക്കാനോ പിടിച്ചു പറിക്കാനോ ബലാത്സംഗം, പീഡനം, ഭീകരപ്രവർത്തനങ്ങൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. എന്റെ വീഡിയോ ഒക്കെ കാണാറുണ്ടോ? എത്ര പേര് കാണാറുണ്ട്? എല്ലാവരും കാണാറുണ്ട്. ഓക്കെ, താങ്ക് യു. അപ്പോ ഞാൻ എന്താ പറഞ്ഞിരുന്നത്? ഒരാളെ നേരിട്ട് പറഞ്ഞു അല്ല, അത് നേരത്തെ പറഞ്ഞത്. ലാസ്റ്റ് പറഞ്ഞ പണം എങ്ങനെ ഉണ്ടാക്കുക? ലാസ്റ്റ് പോയിന്റ് ഏതായിരുന്നു? പലരും ഹാർഡ് വർക്ക് പറഞ്ഞു, അത് പറഞ്ഞു, ഇത് പറഞ്ഞു, അങ്ങനെ ലാസ്റ്റ് എവിടെ കൊണ്ടുവരുത്തി? റിസ്ക് എടുക്കണം. ഇപ്പൊ ഞാൻ പറഞ്ഞ റിസ്ക് എടുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് കഞ്ചാവ് കള്ളക്കടത്ത് അതൊക്കെ ചെയ്ത് റിസ്ക് എടുത്തിട്ടും അവസാനം ജയിലിലേക്ക് പോകുന്നതല്ലേ അല്ലേ? അതുകൊണ്ട് കാര്യമുണ്ടോ? വലിയ റിസ്ക് ഒന്നും എടുക്കേണ്ട കാര്യമില്ല. ഞാൻ എന്തിനാണ് ചോദിക്കണേന്ന് അറിയാം. നിങ്ങൾ ഇവിടെ തന്നെ ജ്വല്ലറി ഇട്ട് തന്നിട്ട് മോനെ നന്നായി നോക്കണം, കച്ചവടമൊക്കെ ചെയ്യണം. എൻ്റെതായ ആദ്യത്തെ ബ്രാഞ്ചാണ്. ഫാദറിന് പാലക്കാട് തൃശ്ശൂരൊക്കെ ജ്വല്ലറി ബിസിനസ് ഉണ്ട്. അങ്ങനെ 1 വർഷം കഴിഞ്ഞപ്പോഴേക്കും ഫാദർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ കച്ചവടമൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു, നന്നായിട്ടുണ്ട്, മോൻ ആ കട പൂട്ടിയിട്ട് തൃശ്ശൂർക്ക് പോകണോ എന്ന് പറഞ്ഞു. മനസ്സിലായില്ലേ? ഞാൻ ഫാദറെ കിട്ടുക അടിച്ചു പൊളിച്ച് വീറൊക്കെ അടിച്ച് അടിപൊളിയായിട്ട് ഇങ്ങനെ നടന്നു. കച്ചവടമൊന്നും കാര്യമായിട്ട് ചെയ്തില്ല, പരാജയപ്പെട്ടു. അപ്പൊ എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി. ആദ്യത്തെ എൻ്റെ കച്ചവടം അല്ലേ, ഇട്ട് തന്ന ചെറിയ പ്രായമാണ്, ഇട്ട് തന്ന കച്ചവടം പൂട്ടാനായി. അപ്പൊ ഭയങ്കര വിഷമം. ഈ തൃശ്ശൂർ പോയാൽ എന്താന്ന് വെച്ചാൽ അവിടുത്തെ ഒരു സിസ്റ്റം, അപ്പൻ ക്യാഷിലിരിക്കും ഒരു തിരിയണ കസാരയിൽ, ബാക്കി എല്ലാവർക്കും സ്റ്റൂളാണ്, സ്റ്റാഫൊക്കെ. അപ്പൊ ഞാനും സ്റ്റാഫിൻ്റെ ഒപ്പം ഇരിക്കണം,
സ്റ്റാഫിൻ്റെ ഒപ്പം എല്ലാ പണിയെടുക്കണം. പിന്നെ അപ്പൻ വടിയാവുമ്പോൾ മാത്രമേ അങ്ങോട്ട് കയറിയിരിക്കാൻ പറ്റുള്ളൂ. ആ സിസ്റ്റമാണ് പഴയ കാലത്തൊക്കെ. അപ്പോൾ എനിക്കാണെങ്കിൽ ഒരു പരാജയം ഭയങ്കര ബുദ്ധിമുട്ടാണ് എപ്പോഴും, മനസ്സില്ല. പക്ഷെ എന്ത് ചെയ്യാനാ, പരാജയപ്പെട്ടു, കട അടക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഡൽഹിയിൽ ഒരു കേന്ദ്രമന്ത്രിയെ കാണാൻ വേണ്ടി ഞാൻ പോയി. ഒരാവശ്യത്തിന് ഒരാൾ വഴി റെക്കമെൻഡ് ചെയ്ത് ഒരു കാര്യം സാധിക്കാൻ വേണ്ടി ഡൽഹിയിൽ പോയി. ഇവിടെയാണോ? എവിടെ പോയി? എത്ര പേര് ശ്രദ്ധിക്കുന്നുണ്ടെന്ന്? ഡൽഹി പോയി. ഈ കേന്ദ്രമന്ത്രി വളരെ തിരക്കുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തെ കാണാൻ ആദ്യത്തെ പ്രാവശ്യം ശ്രമിച്ചു, നടന്നില്ല. ഒരുപാട് പേരുണ്ട്. രണ്ടാമത്തെ നടന്നില്ല. മൂന്നാമത്തെ പ്രാവശ്യം നടന്നില്ല. മൂന്നാമത്തെ പ്രാവശ്യം നടക്കാതെ ഞാൻ തിരിച്ചു പോകാൻ നിൽക്കുമ്പോൾ മിനിസ്റ്ററെ കണ്ടിട്ടൊരു അവസാനത്തെ വിസിറ്റർ കടന്നു വരികയാണ്. ഒരു 70-70 വയസ്സ് പ്രായമുള്ളൊരു ചാച്ച. അപ്പൊ ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, മിനിസ്റ്റർ പുറത്തേക്ക് അയക്കുക, കണ്ടോ? അദ്ദേഹം പറഞ്ഞു, മിനിസ്റ്ററെ കണ്ടു എന്ന് പറഞ്ഞു. അപ്പൊ എന്റെ മുഖത്തെ നൈരാശ്യം കണ്ടിട്ട്, ക്യാ ഹോ ഗയാ ബേട്ട, മിനിസ്റ്ററിനെ കണ്ടില്ലയോ? ഇല്ല ചാച്ചാമ്മേ, ഞാൻ മൂന്നാമത്തെ പ്രാവശ്യമാണ് വരുന്നത്, എനിക്ക് കാണാൻ സാധിച്ചില്ല, അതുകൊണ്ട് തിരിച്ച് കേരളത്തിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞു. എന്തേലും ചോദിച്ചോ? എന്ത് വേണേ ചോദിക്കാൻ? മിനിസ്റ്റർ പേരോ ഓർമ്മ വരുമ്പോ പറയാം. ഓർമ്മയില്ല, എത്രയോ വർഷമായിട്ടുണ്ടാവും, 35 വർഷമായിട്ടുണ്ടാവും ഇപ്പോ. അപ്പോ അദ്ദേഹം മരിച്ചുപോയ. അങ്ങനെ ഈ ചാച്ച എൻ്റെ അടുത്ത് ഷോൾഡറിൽ തട്ടിയിട്ട് പറഞ്ഞു, ഡോണ്ട് വെറി ബേട്ട, യു ഡു ഫോളോ അണ്ടിൽ യു അച്ചീവ്. എന്താ അതിന്റെ അർത്ഥം? യു ഡു ഫോളോ അണ്ടിൽ യു അച്ചീവ്. എന്താ അർത്ഥം? ഫോളോ ചെയ്യും, കാണാൻ കഴിയും. ആർക്കെല്ലാം അറിയോ? ഫോളോ അപ്പിന്റെ അർത്ഥം അറിയാമോ? ശ്രമിച്ചുകൊണ്ടേയിരിക്കും, പിന്തുടരുക. അതറിയാലോ നിങ്ങൾക്ക്. നിങ്ങളുടെ പിന്നാലെ പിന്തുടർന്ന് വരാറില്ലേ ആമ്പിള്ളേരായിട്ട് മുമ്പൊക്കെ? അത് തന്നെ. ഇവിടെ പണി വേറെയാണ് മാത്രം. അപ്പൊ ഫോളോ, ഡു ഫോളോ, ഫോളോ അപ്പ് ചെയ്യൂ മകനെ എന്ന് എന്നോട് പറഞ്ഞു. അപ്പൊ എനിക്കൊന്നും തോന്നിയൊന്നുമില്ല എന്റെ ഫോളോ അപ്പ്. ഈ ചാച്ചയായിട്ട് കുറച്ചു നേരം സംസാരിച്ചപ്പോ അദ്ദേഹം ഡൽഹിയിലാണ്. ഞാൻ വിചാരിച്ചു കൂലി പണിയൊന്നും ഇല്ലാതെ ചിലർ ഈ ലെറ്റർ ആയിട്ട് വരുമല്ലോ, മിനിസ്റ്ററിലേക്ക് പല ജോലി അത് എന്നൊക്കെ പറഞ്ഞു. നോക്കുമ്പോൾ തെറ്റില്ലാത്തൊരു ബിസിനസ് മാനാണ്. വയസ്സാകാലത്ത് 7ാമത്തെ പ്രാവശ്യം വന്നിട്ടാണ് അദ്ദേഹം മിനിസ്റ്ററിനെ കാണുന്നത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഐ ആം കമ്മിങ് 7th ടൈം, ദിസ് ഈസ് മൈ ഫോളോ. എന്റെ ഫോളോ അപ്പ് ആണ്. ഈ വാക്ക് പഠിക്കണം. എന്താണ്? ഉറക്കെ പറഞ്ഞു. പോരാ പോരാ, ഇത് കേട്ടാലറിയാം. ഈ 2 വാക്ക്, ഞാൻ 2 വാക്കാണ് പഠിപ്പിക്കാൻ പോകുന്നത്. എന്റെ 2 അനുഭവം, ഞാൻ എങ്ങനെ രക്ഷപ്പെട്ടു, തകർന്നു പോയ ഞാൻ എങ്ങനെ രക്ഷപ്പെട്ടു എന്ന് എന്റെ 2 കഥകളാണ്. ആ ഒരു കഥയുടെ ഒറ്റ വാക്കാണ് ഫോളോ. ഉറക്കെ. അപ്പോ ചാച്ച അത് പറഞ്ഞെങ്കിലും എനിക്ക് അതിൽ വലിയ വിശ്വാസമൊന്നുമില്ല. കാരണം ഞാൻ ഏത് കാര്യവും അന്നൊക്കെ 1-ത്താൽ 2-ത്താൽ 3 ഒത്തില്ലെങ്കിൽ, 3ാമത്തെ പ്രാവശ്യം നടന്നില്ലെങ്കിൽ മൂഞ്ചി എന്നാണ് അർത്ഥം. അത് ചിലവിടത്ത് തെറിയ, ചിലവിടത്ത് അങ്ങനെ തെറിയല്ല. എന്ന് പറഞ്ഞാൽ എന്താ? നടക്കില്ല എന്നർത്ഥം. പിന്നെ 3 കഴിഞ്ഞു, ഇനി നടക്കില്ല. അപ്പൊ ഞാൻ തിരിച്ചു പോകാനുള്ള പരിപാടിയാണ്. ചാച്ച പറയുന്നതൊന്നും കേൾക്കാൻ ഞാൻ തയ്യാറല്ല. എന്റെ അന്നത്തെ വിശ്വാസവും ഇന്നത്തെ അത് അന്ധവിശ്വാസമാണ്. അന്നത് വിശ്വാസമാണ്. ആരോ എന്നെ പറഞ്ഞ് പഠിപ്പിച്ചു, 3 പ്രാവശ്യം നടന്നില്ലെങ്കിൽ ദിസ് ഈസ് നോട്ട് യുവർ കപ്പ് ഓഫ് ടീ. ഇത് എനിക്ക് പറഞ്ഞിട്ടുള്ളതല്ല, നീ നേരം കളയണ്ട, അടുത്ത പണിക്ക് നോക്കിക്കോ എന്ന്. അല്ലേ? നമ്മളൊക്കെ ചിലവർ 1-2 കഴിഞ്ഞാൽ പിന്നെ ശരിയാവില്ല, അത് ശരിയാവില്ല, ഇത് ശരിയാവില്ല, വിട്ടുപോകും അല്ലേ? അങ്ങനെ ഞാൻ റൂമിൽ പോയി എൻ്റെ ബാഗൊക്കെ പാക്ക് ചെയ്ത് പിറ്റേ ദിവസം രാവിലെ കേരളം പിടിക്കാനായിട്ടുള്ള പരിപാടിയാണ്. പക്ഷേ പതിവിന് വിപരീതമായി അന്ന് രാത്രി കിടന്നുറങ്ങിയപ്പോ, സാധാരണ ഞാൻ കിടന്ന ഒരു 8-9 മണിക്കൂർ മിനിമം ഉറങ്ങും. അന്ന് ഉറങ്ങിയപ്പോ പുലർച്ചെ ഒരു 4-5 മണിയായി കാണുന്നു.
ഞാൻ നോക്കുമ്പോൾ ഞാൻ കുറച്ച് വിശർത്തിരിക്കുന്നു. ഞാൻ എണീറ്റിരുന്നു. പിന്നെ എൻ്റെ ഉറക്കം ഡിസ്റ്റർബായി. ഒരു പാതി മയക്കത്തില് ഈ ചാച്ചയുടെ രൂപം കാണുക. അങ്ങനെ കാണുന്നത് പോലെ തോന്നുക, പറയുന്നത് പോലെ ഡോണ്ട് വെറി ബെറ്റ, ഡു ഫോളോ, പേടിക്കേണ്ട മോനെ, ഇത് ശ്രമിക്കൂ എന്നാണ് ചാച്ച പറഞ്ഞത്. അതിലൊന്നും വലിയ വിശ്വാസമില്ലെങ്കിൽ എൻ്റെ മനസ്സിലത് ആ കാതിൽ മുഴങ്ങി. അദ്ദേഹം പറഞ്ഞില്ല, ഒരു പോസിറ്റീവ് എനർജി നമുക്ക് ഉണ്ടാവില്ലേ? ചില വ്യക്തികളെ കാണുമ്പോൾ ഒറ്റ പ്രാവശ്യം കണ്ടാൽ ഓർമ്മയുണ്ടാവും, ചിലവർ 10 പ്രാവശ്യം കണ്ടാൽ ഓർമ്മയുണ്ടാവും, ചിലവരുടെ ചില വാചകം അല്ലേ, അതെന്റെ ചുവട്ടിൽ അലയടിച്ചുകൊണ്ട് എന്തോ എൻ്റെ ജീവിതത്തിൽ ആദ്യമായി ഞാൻ 4-ാം പ്രാവശ്യം ഒരു കാര്യത്തിന് ഇറങ്ങാൻ തീരുമാനിച്ചു. ഒന്നും കൂടെ പോയി ഒന്ന് ശ്രമിക്കാം. എന്ത് പേരുടെയല്ല, എന്ത് മിനിസ്റ്ററെ കാണാൻ. അങ്ങനെ ഞാൻ 4-ാമത്തെ പ്രാവശ്യം മിനിസ്റ്ററെ കാണാൻ പോയി. അന്ന് എനിക്ക് കാണാൻ സാധിച്ചു അല്ലേ? എനിക്ക് ഭയങ്കര സന്തോഷമായി. മിനിസ്റ്ററെ കണ്ടു. അങ്ങനെ തിരിച്ച് വീട്ടിൽ വന്നു. വീട്ടിൽ വന്നപ്പോ ഞാൻ ആദ്യം ചെയ്തത് എന്താ വെച്ചാൽ, എൻ്റെ കക്കൂസയുടെ ഡോറിന്റെ ബാക്കിൽ ഞാനൊരു പോസ്റ്റ് ഒട്ടിച്ചു. ഡു ഫോളോ അണ്ടിൽ യു അച്ചീവ്, ഓർ എൻ്റെ വക അണ്ടിൽ യു ഡൈ. എന്താ ഇതിന്റെ അർത്ഥം? അണ്ടിൽ യു അച്ചീവ്, ഡു ഫോളോ എന്ന് പറഞ്ഞാൽ ഫോളോ ചെയ്യുക, ശ്രമിക്കുക. അണ്ടിൽ യു അച്ചീവ് എന്ന് പറഞ്ഞാൽ അത് സാധിക്കുന്നത് വരെ നീ ശ്രമിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ മരണം വരെ ശ്രമിച്ചുകൊണ്ടിരിക്കുക. എന്ന് പറഞ്ഞാൽ നമ്മുടെ ജോലി എന്താ? മരണം വരെ ശ്രമിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ വേറെ പണി അല്ലേ? അതല്ലേ നമ്മുടെ പണി അല്ലേ? ശ്രമിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ എഴുതി വെച്ചു. ഞാൻ ഈ കക്കൂസാരൻ ഡോറിന്റെ ബാക്കിൽ എഴുതി വെക്കാൻ കാരണം എന്താണെന്നറിയോ? കറക്റ്റ് ആൻസർ പറയാം. എന്തെങ്കിലും രണ്ട് ഡാൻസിലും വളരെ നന്നായിട്ട് ഡാൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്പെഷ്യൽ കൺഗ്രാജുലേഷൻസ്. അടുത്ത പ്രോത്സാഹന സമ്മാന വിജയി പ്ലീസ് കം. കുറെ പേര് കൈയടിക്കുന്നില്ല. ഓക്കെ, നമ്മള് മലയാളികൾ പൊതുവെ ഒരു മിനിറ്റ് ഇത് പറയാത്തപ്പോൾ ഭയങ്കര കൈയടിയാണ്. കുറക്കണ നേരത്തെ കൈയടിയില്ല. മലയാളികൾ പൊതുവെ പറയാ, മറ്റുള്ളവർക്ക് നല്ലത് വരുമ്പോൾ കൈയടിക്കില്ല. കൈയടിക്കുക എപ്പോഴാന്ന് വെച്ചാൽ ആരെങ്കിലും കുഴി വീഴ് എന്തെങ്കിലും അപകടം ഉണ്ടാവുമ്പോൾ കൈയടിച്ച് ആഘോഷം. പക്ഷെ നമ്മളങ്ങനെയല്ല, അത് മലയാളീസ്. അതുകൊണ്ട് നമ്മൾ കൈയടിക്കണം. അപ്പൊ നമുക്ക് കൈയടി കിട്ടും. മാത്രമല്ല നമ്മൾ ഈ സ്കൂള് കോളേജൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കൈയടി കിട്ടാറുണ്ടോ? സ്കൂള് കോളേജിലല്ലേ? പിന്നെ കൈയടി കിട്ടാൻ ചെമ്മണ്ണൂരില്ല.
നമുക്ക് എന്നും സ്ഥിരം കോളേജാണിത്. മറ്റേ കോളേജ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഡാൻസ് ഉണ്ടോ, പാട്ടുണ്ടോ, മിമിക്രി ഉണ്ടോ? ഇവിടെ ഇപ്പം എന്താ ഇല്ലാത്ത അല്ലേ? നമ്മളൊരു കോളേജിലേക്ക് സ്കൂളിലേക്ക് തിരിച്ചു വന്നില്ലേ? ഡാൻസ്, പാട്ട്, പ്രോത്സാഹനം, കൈയടിക്കപ്പെടാൻ നമുക്ക് അല്ലേ? ഇതൊരു കോളേജല്ലേ? ഇത് കോളേജാണ്, ബിസിനസ് സ്ഥാപനമാണ്, എല്ലാം കൂടിയിട്ടുള്ള ഒരു കലാലയമാണ്. എല്ലാം കൂടി ഉണ്ട്. നമുക്ക് ആനന്ദമുണ്ട്, എന്റർടൈൻമെന്റ് ഉണ്ട്, സമ്പാദിക്കാം. ഇരുന്നു എന്നുള്ളതാണ്. ഇത് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, എനിക്ക് തോന്നുന്നു കൃത്യം 9:30 മണിക്ക് തന്നെ നമ്മുടെ നിഷാ സാറുടെ ക്ലാസ്സോട് കൂടി ആരംഭിച്ചു. ഏതാണ്ട് 2 മണിയോട് കൂടിയാണ് നമ്മൾ ലഞ്ച് ബ്രേക്കിന് ഇറങ്ങുന്നത്. ആ സമയം വരെ ഏതാണ്ട് 3-4 മണിക്കൂർ സമയം നമ്മൾ ഇരുന്ന ഇരിപ്പിടത്തിൽ നിന്നും എണീക്കാതെ എല്ലാവരും അത് സശ്രദ്ധം കേട്ടും എല്ലാവരും ഈ കേട്ടത് നമ്മുടെ കോച്ച് അനുഭവത്തിലൂടെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരികയുണ്ടായി. ഇതൊക്കെ തന്നെ നമ്മൾ ഇന്നത്തെ ഒരു ദിവസം വെറുതെ പാഴാക്കി കളയാതെ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു വഴിത്തിരിവാകുന്നതിന് വേണ്ടി ഇന്നത്തെ ഈ ഒരു ദിവസം ഉപകരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. നമുക്കറിയാം, കോടാനുകോടി ആസ്തികളുള്ള ഒരാളാണ് നമ്മുടെ കൂടെ ഇരിക്കുന്ന നമ്മളുടെ ഒരാളായി സാധാരണക്കാരനായി നമ്മുടെ കൂടെ നിൽക്കുന്ന കോച്ച എന്ന് പറയുന്ന ആ വലിയ മനസ്സുള്ള വലിയ വ്യക്തി. അദ്ദേഹത്തിന്റെ ആ മനസ്സിനെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. കാരണം അവർക്ക് ഹൈ ലെവൽ എവിടെയോ ഇരിക്കേണ്ട ആളുകളാണ്. നമ്മളെ 4 ആളെ കാണാൻ ഇവിടെ വന്നിട്ടില്ലെങ്കിലും നമ്മുടെ ബോച്ചയുടെ പവറും പ്രശസ്തിയും എവിടെയും പോകുന്നില്ല. എന്നിട്ടും നമ്മളെ കാണാൻ വളരെ നേരത്തെ വന്നു. ഒരുപാട് സമയം വളരെ എന്താ പറയാ സരസമായി ലളിതമായി സ്നേഹത്തോടുകൂടി നമ്മളോട് സംസാരിച്ച ബോച്ചയ്ക്ക് ഞങ്ങളുടെ ഇവിടെ കൂടിയ മുഴുവൻ ആളുകളുടെയും നന്ദി പ്രകാശിപ്പിക്കുക. കൂടുതലായി ഒഴിഞ്ഞു പറയുക. നിങ്ങൾക്ക് ഈ ഒരു അവസരം നിങ്ങൾക്ക് ലഭിച്ച ഈ ഒരു അവസരം എല്ലാവർക്കും നമസ്കാരം. എന്റെ പേര് കുഞ്ഞായിഷ. എന്നെ അറിയുന്ന കുറെ ആളുകളിലുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഞാൻ കടിയാമറ്റ പഞ്ചായത്തിലെ ഒരു മെമ്പർ കൂടിയാണ്. ഇക്കഴിഞ്ഞ മാർച്ച് 8-ന് നമ്മുടെ ഷംല ഇസ്മായിലിന്റെ നേതൃത്വത്തിൽ വനിതാ ദിനത്തോടനുബന്ധിച്ച് അവരുടെ ഷോപ്പിൽ വെച്ച് ഒരു വനിതാ ദിന പരിപാടി സംഘടിപ്പിക്കുകയുണ്ടായി. നോമ്പുകാലമായിരുന്നു. എന്നിട്ടും ഏതാണ്ട് 2 മണിക്ക് തന്നെ നമ്മുടെ സഹോദരിമാരൊക്കെ തന്നെ അവിടെ ബോച്ച് അന്നത്തെ നമ്മുടെ അതിഥിയായി വരുന്നുണ്ട് എന്നറിഞ്ഞതിന് ശേഷം കുറെ ആളുകൾ അന്നത്തെ പരിപാടിയിൽ പങ്കെടുത്തു. ഏതാണ്ട് വൈകുന്നേരം 5 മണിയോട് കൂടിയാണ് ഞങ്ങളൊക്കെ തന്നെ വീടുകളിലേക്ക് തിരിച്ചു പോകുന്നത്. എല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിരുന്നത് അന്നത്തെ വനിതാ ദിനത്തോടനുബന്ധിച്ച് നമ്മുടെ ബോച്ച് നമ്മുടെ വനിതകൾക്ക് വേണ്ടി എന്താണ് ഓഫർ ചെയ്യുന്നത് എന്നുള്ളത് അറിയാനുള്ള ഒരു താല്പര്യത്തോടു കൂടിയായിരുന്നു. അതിൽ പങ്കാളിയായ ഒരാളെന്ന രീതിയിൽ ഞാനും അവിടെ പങ്കെടുത്തു. വന്ന ആളുകൾക്കൊക്കെ തന്നെ പ്രചോദനമാകുന്ന രീതിയിൽ നമ്മുടെ ബോച്ച് വളരെ നല്ല രീതിയിൽ അദ്ദേഹത്തിന്റെ ഒട്ടേറെ സംരംഭങ്ങളെ കുറിച്ച് അവിടെ പരിചയപ്പെടുത്തുകയുണ്ടായി. അതിലൊരു കാര്യം പറഞ്ഞു, ഒട്ടേറെ അവസരങ്ങളുണ്ട്, നിങ്ങളെയൊക്കെ അവസരങ്ങൾ തേടി അങ്ങോട്ട് വരികയല്ല, അവസരങ്ങൾ തേടി നിങ്ങൾ ഇങ്ങോട്ട് വരികയാണ് വേണ്ടത് എന്നുള്ളൊരു വാക്ക് അവിടെ പറയുകയുണ്ടായി. അതിനുശേഷമാണ് നമ്മുടെ ഷംല ഇസ്മായിൽ. ഇതിലെ ഷംല ഇസ്മായിൽ എന്ന വ്യക്തിയെ നമ്മൾ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. കാരണം ഇന്ന് നമ്മളുടെ എല്ലാം ഈ ഒരു കൂടിച്ചേരലിന് നിമിത്തമായത് എന്ന് പറയുന്നത് നമ്മുടെ ഷംല ഇസ്മായിൽ എന്നൊരു വ്യക്തി മാത്രമാണ്. കാരണം ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാവുകയും ആ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ഒരുപാട് ആളുകളെ അതിലേക്ക് ആഡ് ചെയ്യുകയും അതിന്റെ ബലത്തിൽ മാത്രമാണ്. അല്ലെങ്കിൽ നമുക്കറിയാം, ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിക്കണമെങ്കിൽ നമ്മളെ ഒട്ടേറെ ആളുകളുടെ പ്രയത്നം വേണം. കുറെ ആളുകൾ ഫോണിൽ വിളിച്ചും അല്ലാതെയും ഒക്കെ ബന്ധപ്പെട്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. പക്ഷെ നമ്മുടെ ഷംല ചെയ്തത് എന്തെന്ന് വെച്ചാൽ, ഒരു വാട്സപ്പിൽ ഒരു ലിങ്ക് ഉണ്ടാവുകയും ആ ലിങ്കിലൂടെ ആവശ്യമുള്ള ആളുകൾക്ക്, അതല്ലെങ്കിൽ ഒരു സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ട് എങ്കിൽ നിങ്ങൾക്കതിൽ ജോയിൻ ചെയ്യാം എന്നുള്ളൊരു സജഷൻ വെക്കുകയും, അതിന്റെ അടിസ്ഥാനത്തിൽ ഞാനൊരു മെമ്പർ ആയതുകൊണ്ട് തന്നെ എനിക്ക് തോന്നി എന്റെ വാർഡിന്റെ കുടുംബശ്രീയുടെ ഒരു ഗ്രൂപ്പുണ്ട്. ഏതാണ്ട് 100-200ഓളം ആളുകളുള്ള നമ്മുടെ അയൽക്കൂട്ട ഭാരവാഹികൾ മാത്രം അടങ്ങിയ ഒരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിലൂടെ ഞാൻ ഈ വാട്സപ്പിന്റെ ലിങ്ക് ഇട്ട് കൊടുക്കുകയും ആളുകളോട് സംരംഭം ആരംഭിക്കാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ
ഇതിലൂടെ നിങ്ങൾക്ക് സംരംഭകരായി വരാൻ താല്പര്യമുള്ള ആളുകൾക്കൊക്കെ തന്നെ ജോയിൻ ചെയ്യാവുന്നതാണെന്നും ഞാൻ പറയുകയുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിൽ കുറേ ആളുകൾ, ഒട്ടേറെ ആളുകൾ അതിലൂടെ ആ ലിങ്ക് വഴി അവർ ജോയിൻ ചെയ്തു. കുറേ ആളുകൾ ഇപ്പൊ എന്റെ വാർഡുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ ഇന്നിവിടെ വന്നിട്ടുണ്ട്. ഏറെ സന്തോഷമുണ്ട്. ഇതിനൊക്കെ തന്നെ നിമിത്തമായ നമ്മുടെ സമുദായത്തിന് മുക്തകണ്ഠം ഈ ഒരു വേദിയിൽ വെച്ച് ഞാൻ പ്രശംസിക്കുകയാണ്. ഇവിടെ എനിക്ക് തോന്നിയത്, ഇവിടെ രാവിലെ എന്നെ സംബന്ധിച്ച് എനിക്കൊക്കെ അറിയാം, ഒരു വാർഡിന്റെ ഒരു പരിപാടിയൊക്കെ ആണെങ്കിൽ നമ്മൾ 10 മണി പറഞ്ഞു കഴിഞ്ഞാൽ 11-11:30 ആവുമ്പോഴും ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. നമുക്ക് പരിപാടിക്ക് സമയത്ത് ആളെത്താറില്ല. പക്ഷെ ഇത് 9 മണി കഴിഞ്ഞാൽ ഈ ഹോളിനകത്തേക്ക് ആളെ കയറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ 8:55 തന്നെ ഈ ഹോള് പൂർണ്ണമായി നിറഞ്ഞു കവിഞ്ഞു എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. കാരണം അത്രയും ആളുകൾ എല്ലാ തിരക്കും മാറ്റിവെച്ച്, ഇവിടെ സംസാരിച്ചവർ പറഞ്ഞു നമ്മൾ എവിടെയെങ്കിലും പോകണമെന്ന് നമുക്ക് മനസ്സിലൊരു നല്ല ചിന്ത വന്നു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് നേരത്തെ എണീക്കണമെന്ന്. എനിക്ക് തോന്നുന്നു പല ആളുകളും ഇന്നലെ ഉറങ്ങിയിട്ടെന്നില്ല. അത്രയും നേരത്തെ രാവിലെ എല്ലാവരും ഇവിടെ എത്തുന്നതിന് വേണ്ടി നന്നായി പരിശ്രമിച്ചതിന്റെ ഫലമായി കൃത്യം 9 മണിക്ക് തന്നെ എത്തി. എനിക്ക് 9 മണിക്ക് എത്താൻ പറ്റില്ല, കാരണം എന്റെ ബസ് ജസ്റ്റ് മിസ്സായി. ഞാനിപ്പോൾ കയറലും എന്റെ ബസ് മിസ്സായി. വീണ്ടും ഒരു 1/4 മണിക്കൂർ കൂടി കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് ബസ് കിട്ടിയത്. എന്തായാലും പരിപാടി തുടങ്ങി.